നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാമ്പത്തിക അടിത്തറ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം ഉള്ള കാര്യം. പലപ്പോഴും ഇതിന് സാധിക്കാതെ വരുമ്പോൾ, സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് ദാരിദ്ര്യത്തിലേക്കും അല്ലെങ്കിൽ കഷ്ടപ്പാടിലേക്കും നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ സാമ്പത്തികം കയ്യിലില്ലാതെ വരുമ്പോഴാണ് ഏറെ ദുഃഖവും മനുഷ്യൻ അനുഭവിക്കുന്നത്. കാരണം സമ്പത്തിന് കഷ്ടപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള വേതനം കിട്ടാതെ വരുന്ന അവസ്ഥ, ആ അവസ്ഥ മുഖേന അതിരൂക്ഷമാകുമ്പോഴാണ് സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. പണം തന്നെയാണ് പലപ്പോഴും ഏറ്റവും അനിവാര്യമായി വേണ്ടതും. പണമുണ്ടെങ്കിൽ എന്തു വാങ്ങാമെന്നൊരു ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. പണമില്ലാത്തവൻ പിണമെന്ന് പണ്ടും, അത് ഇനി എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലം അതേ തന്നെ അവസ്ഥയിലായിരിക്കും ലോകം മുന്നോട്ട് പോകുന്നത്. പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില നക്ഷത്രക്കാരുണ്ട്. 27 നക്ഷത്രക്കാരിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഈ നക്ഷത്രക്കാരിൽ പണക്കാരായ അതായത് ജീവിതത്തിൽ പണക്കാരായ യോഗം അല്ലെങ്കിൽ പണത്തിൻ്റെ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. അതായത് 7 നക്ഷത്രക്കാരെ. അവർക്ക് ജന്മന ഒരു ഭാഗ്യം ഉണ്ടായിരിക്കും സമ്പത്തിൻ്റെ, അല്ലെങ്കിൽ ഏതൊരവസ്ഥയിലും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പോലും അവർക്കൊരു കൈത്താങ് എപ്പോഴും ദൈവത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരു സാമ്പത്തികമായി ദൈവത്തിൽ നിന്ന് കുറച്ച് ഭാഗ്യം അധികരിച്ചിട്ടുള്ള ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് സമ്പത്തും പദവിയും എക്കാലവും നിലനിൽക്കുന്ന, അത് ഒരു ചില ആളുകൾ നമ്മൾ കേട്ടില്ലേ, സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് വരുന്ന, പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ദൈവദൂതനെ പോലെ ഒരാൾ വന്ന് സഹായിക്കുക. അതൊക്കെ ഭാഗ്യമുള്ള ചില നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ സാമ്പത്തികമായി എപ്പോഴും ഒരു കൈത്താങ്, അല്ലെങ്കിൽ സാമ്പത്തികമായും ജോലിപരമായിട്ടുള്ള ഒരു പദവിയിലിരിക്കുമ്പോൾ ആ പദവി മുഖേനയും ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അതായത് 7 നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അവിട്ടം. കേട്ടിട്ടില്ലേ? അവിട്ടം നക്ഷത്രം തവിട്ടിലും തേടുമെന്ന് പറയാറില്ലേ? എന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത, അല്ലെങ്കിൽ ജന്മനാ ഭാഗ്യമുള്ള ചില നക്ഷത്രക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് അവിട്ട. നമ്മൾ പഴമക്കാർ തന്നെ പറയാറില്ലേ, അവിട്ട നക്ഷത്രമാണെങ്കിൽ അവൻ ഇന്ന് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല എന്ന്. അതുപോലെ തന്നെ അവിട്ട നക്ഷത്രത്തിലാണ് ജന്മമെങ്കിൽ സാമ്പത്തിക അവസ്ഥയെ അടയാളപ്പെടുത്തുന്നത് സാമ്പത്തികമായി പല നേട്ടങ്ങളും ഇവരെ തേടി വരുമെന്നുള്ളതാണ്. അതുപോലെ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും വലിയ തോതിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വലിയ തോതിൽ അനുഭവിക്കേണ്ടി വരില്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ. ഒരു തരത്തിലും ഇവർ ജീവിതത്തിൽ പുറകോട്ട് പോകേണ്ടി വരത്തില്ല. അത് സാമ്പത്തികപരമായാലും ഇന്ന പദവി അലങ്കരിക്കുന്നതിനാൽ ആ പദവി മുഖേനയും പുറകോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു വിഷമങ്ങളും ഇവർക്ക് വരികയില്ല. സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിന്, സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെ രീതിയിൽ സാധിക്കുന്നതാണ്. അതിനാൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ദൈവം ജനിച്ച സമയത്തിൻ്റെ മാത്രമല്ല, ചില നക്ഷത്രങ്ങൾക്ക് പ്രത്യേക ഒരു ഭാഗ്യമുള്ള നക്ഷത്രങ്ങളുണ്ട്. അത് എല്ലാ നക്ഷത്രങ്ങളും 27 നക്ഷത്രങ്ങളും ഭാഗ്യമില്ലെന്നല്ല. ചില നക്ഷത്രക്കാർക്ക് അതായത് രേവതി, ഇരുന്നുണ്ണുന്ന രേവതി എന്ന് പറയാറില്ല, രേവതി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക ഭാഗ്യം പറയാറുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അവിട്ട നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഇനി അടുത്തത് മകം നക്ഷത്രം. മകം നക്ഷത്രത്തിന് ശക്തിയുടെ നക്ഷത്രം എന്നൊരു പേര് കൂടിയുണ്ട്. കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ ഇതെല്ലാം മാറ്റി വളരെയധികം സന്തോഷത്തോടെ സമാധാനത്തോടെ കൂടിയും മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് മകം. കുറച്ച് വിഷമഘട്ടങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തരണം ചെയ്തു കഴിഞ്ഞാൽ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് മകം. പൂർവിക സ്വത്ത് സ്വന്തമാക്കുന്നതിന് ഇത് ഇരട്ടിപ്പിച്ച് മുന്നോട്ട് തങ്ങളുടേതായ ബുദ്ധി പ്രയോഗിച്ചും ഇരട്ടിപ്പിച്ച് ഈ സ്വത്ത് കൊണ്ട് തന്നെ പേരെടുക്കാനൊരു ഉള്ള ഭാഗ്യമുണ്ട്. മക്കളുടെ സ്വാധീനത്താൽ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്ന ഒരു ഭാഗ്യവും ഈ കൂട്ടർക്കുണ്ട്. കാരണം അപ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, അവരുടെ മക്കൾ അത്രത്തോളം സാമ്പത്തികമായ ഉയർച്ചയിലുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ എന്തെങ്കിലും പരാധീനത മയക്ക നക്ഷത്രത്തിൽ ജനിച്ച ആള് പിതാവിന് വരികയാണെങ്കിൽ ആ പിതാവിനെ ആ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നെല്ലാം രക്ഷിക്കാനുള്ള ശക്തിയുള്ള മക്കൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഇവരുടെ മക്കൾക്ക് അത്രയും ശക്തമായ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള മക്കളെ ലഭിക്കുന്ന നക്ഷത്രം കൂടിയാണ് മകം.
അതുപോലെ അടുത്തത് പുണർദമാണ്. പുണർദ നക്ഷത്രക്കാരും യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വളരെ ബുദ്ധിപരമായി തരണം ചെയ്ത് നീക്കാൻ ഈ ആളുകൾക്ക് സാധിക്കുന്നതാണ്. ഇവരുടെ ഗ്രഹം എന്ന് പറയുന്നത് തന്നെ വ്യാഴമാണ്. വ്യാഴത്തിന്റെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പലതും നൽകുന്നത് കൊണ്ട് ജീവിത സന്തോഷത്തിലേക്ക് മാറുന്നു എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പലപ്പോഴും ഇവർക്ക് പണത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടേണ്ടതായി വരാറില്ലാത്തൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. വളരെ വലിയ ഉയരത്തിൽ സാമ്പത്തികമായി എത്തിച്ചേരാനുള്ള കഴിവുള്ള ഒരു നക്ഷത്രവും അതേ കഴിവിനോടൊപ്പം തന്നെ ഭാഗ്യം ഉച്ചസ്ഥായിലുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പുണർദം. അടുത്തത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നത് തന്നെ പണത്തിലൂടെയാണ്. പണത്തിന്റെ പേരിൽ തന്നെയാണ് ഇവരെ പുറത്തുള്ള ആളുകൾ അറിയപ്പെടുന്നത് പോലും. സ്വത്തുക്കളൊന്നും തന്നെ ഇവർ വിട്ടുകളയുകയില്ല. നേടിയെടുക്കാൻ പ്രത്യേക ഒരു സാമർഥ്യം കാണിക്കുന്ന ആളുകളാണ്. പണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇവർ ചെയ്യാറില്ല. കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ പോലും അത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് 50 കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു 20-ലോ 30-ലോ ഒക്കെ നിർത്തും. അങ്ങനെയുള്ള ഒരു ബുദ്ധി കൂടെ പ്രയോഗിച്ച് മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നതിൽ കുറച്ച് ഒന്ന് പിടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്ക് ഉണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാവുന്നതിനെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രധാന ഒരു കഴിവ് പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുണ്ട്. അത് പൂരം പുരുഷൻ ജനിക്കണമെന്നൊരു ചൊല്ലു പോലും ഉണ്ട്. അപ്പം പൂരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് സാമ്പത്തികമായി എപ്പോഴും ഇവരുടെ പക്കൽ നല്ല സമ്പത്ത് ഉണ്ടായിരിക്കും. ഭയങ്കര കോടീശ്വരൻ എന്നല്ല, എങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവർക്കുണ്ട്. ഇവർക്കൊരു ഗ്രിപ്പ് ഉണ്ടെന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള നക്ഷത്രമാണ് പൂരം നക്ഷത്രം. അടുത്തത് രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ധാരാളം ഉണ്ടാവുന്നതാണ്. ഒരിക്കലും പണത്തിന്റെ കാര്യത്തിൽ ഇവർ വിഷമങ്ങളെയോ ദുഃഖങ്ങളെയോ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു നക്ഷത്രമല്ല പൊതുവെ രോഹിണി നക്ഷത്രം. അതുപോലെ മറ്റുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നതൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മാത്രമേ ഇവരെ ബാധിക്കുന്നതായിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം സാമ്പത്തികമായി വളരെ ഉന്നതമായ നിലയിലും ഉന്നത പദവികൾ അലങ്കരിക്കാനുമുള്ള ഒരു കഴിവും അതുപോലെ നല്ല രീതിയിലുള്ള ഒരു പാരമ്പര്യവും ഉള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. അടുത്തത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും 26 വയസ്സിന് ശേഷം ഇവരുടെ സാമ്പത്തിക സ്ഥിതി നേരെയാകുകയും കഷ്ടകാലങ്ങളും ദുരിതങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഉത്രം. എന്നാൽ എത്രയൊക്കെ പണം ഉണ്ടായാലും ഇവരെ അടിസ്ഥാനപരമായി ഉണ്ടാവുന്ന ചില സ്വഭാവങ്ങൾ, ചില പിശുക്ക് സ്വഭാവം ഉണ്ടെങ്കിൽ അത് കാണും. അല്ലെങ്കിൽ ചില ധാരാളിത്ത സ്വഭാവം ഉത്രം രണ്ട് വിഭാഗം ആളുകളുണ്ട്. ചിലർക്ക് പണം ഒരുപാടുണ്ടപ്പോൾ ഒരുപാട് പിശുക്ക് കാണിക്കുന്നത്, ചിലപ്പോൾ ഒരുപാട് പണം ഉള്ളപ്പോൾ അതുപോലെ ധാരാളിത്തം കാണിക്കുക, ചില അവസരങ്ങൾ സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉത്രം നക്ഷത്രക്കാർക്കുണ്ട്. എങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ഒരു വലിയ മനസ്സ് കാണിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഉത്രം നക്ഷത്രം. അടുത്തത് ചോതിയാണ്. ചോതി നക്ഷത്രത്തിന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും പണം ഉണ്ടാക്കുന്നതിനും ഉള്ള ഭാഗ്യമുള്ള ഒരു നക്ഷത്രമാണ് ചോതി. അപ്രതീക്ഷിതമായുള്ള സാമ്പത്തിക നേട്ടങ്ങളാണ് ഇവർക്ക് കൂടുതലും ഉണ്ടാകുന്നത്. ഒരു വിധത്തിലും ഇവർ മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ഇവർക്ക് എന്ത് വിഷമം വന്നാൽ പോലും മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാൻ ഒരു മടിയുള്ള കൂട്ടരാണ്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ ഇവർക്ക് വരികയില്ല. അത്രയ്ക്ക് സാമ്പത്തികമായി ഉന്നതിയിലെത്തുന്ന ഒരു നക്ഷത്രവും നല്ല വിനയമുള്ള ആളുകളുടെ നക്ഷത്രമാണ് ചോതി. ചോതി നക്ഷത്രക്കാർ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായി സാധാരണ കേട്ടുവരാറില്ല. അപ്പോൾ ആ വിനയമുള്ളവരിലേക്ക് പണം ധാരാളമായി എത്തും. കാരണം വിനയമാണല്ലോ ഏതിനുമുള്ള അടിസ്ഥാനം, വിനയം. അപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ഒരു കഴിവിനെ കൂടിയാണ് വിനയം എന്ന ഭാവത്തിൽ, അതായത് മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രവിക്കാനുള്ള ഒരു മനസ്സ് കൂടിയുള്ള നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അപ്പോൾ ജന്മനാ ഭാഗ്യമുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഉയർച്ചയിലെത്താൻ കഴിവുള്ള അല്ലെങ്കിൽ ജോലിപരമായി തങ്ങളുടെ കർമ്മമേഖലയിൽ ഉന്നതിയിലെത്താൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ച്, എന്ന് വെച്ചാൽ 7 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. കാരണം എങ്കിലേ നിങ്ങൾക്ക് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കാണാൻ പറ്റുകയുള്ളൂ. ഇഷ്ടമാകുന്നവർ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ അത് അഭിപ്രായം പറയുക, അതൊരു ലൈക്കായിട്ടെങ്കിലും കാണിക്കുക. നന്ദി, നമസ്കാരം.